ഹേ ഗൈസ്, അപ്പോ നമ്മൾ ഇന്നൊരു അടിപൊളി ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. അതെ, എന്താണ് ഈ നേരത്തെ വെച്ചേക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പറയുക. ബ്ലൈൻഡ് മേക്കപ്പ് ചലഞ്ച്. നമ്മളിത് ചെയ്തിട്ടില്ലല്ലോ. ഫസ്റ്റ് ടൈം ഞാൻ ഫസ്റ്റ് ടൈം അമ്പൂനെ ഒരുക്കുന്നു ഇന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലൈൻഡ് മേക്കപ്പ് ചലഞ്ചാണ് സുഹൃത്തുക്കളെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാനത് ചെറിയ റൂൾസ് വരെ എല്ലാവർക്കും അറിയാം എന്താണ് ഗെയിം എന്ന്. ഞാൻ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. പക്ഷെ എന്നാൽ പോലും 10 മിനിറ്റ് ഒരാൾക്ക് ഒരുക്കാനുള്ള സമയമുള്ളൂ. ഓക്കെ, മനഃപൂർവ്വം ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ വാരി തേക്കാൻ പറ്റത്തില്ല. കറക്റ്റ് ആയിട്ട് ഒരുക്കണം. ഇത് നമ്മൾ എപ്പോഴും ബ്ലൈൻഡ് ചെയ്യുന്ന പോലെയല്ല. മാക്സിമം നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരുക്കാൻ നോക്കുക. ചുമ്മാ നമ്മൾ ഒരാളെ അളുമ്പാക്കാൻ വേണ്ടിയിട്ട് വാരി തേക്കരുത്. അങ്ങനത്തെ പരിപാടി നമ്മൾ ഈ ഗെയിമിലില്ല. ഓക്കെ, എത്ര പ്രോഡക്റ്റ് യൂസ് ചെയ്യണം? ഈ ഇരിക്കണം മിക്ക പ്രോഡക്ട്സ് യൂസ് ചെയ്യണം. അങ്ങനല്ല, ഒരു പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാർക്ക് ഉണ്ട്. ഒരു ഇതിന്ന് ഇത്രേ ഉണ്ട്, പിന്നെ എണ്ണുന്നില്ല. ഇതിന്ന് ഒരു 10 പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. 10 മിനിറ്റേ ടൈം ഉള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് മാർക്ക് ലാസ്റ്റ് വെച്ചിട്ട് മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇത് നമ്മൾ നോക്കുകയാണ്. നമ്മൾ ചുമ്മാ ഇങ്ങനെ മുഖത്ത് വാരി തേച്ച പരിപാടിയല്ല. മാക്സിമം നമ്മൾ ശ്രമിക്കുക. നമ്മൾ സുന്ദരിക്കൊക്കെ പൊട്ടുകൊടുന്നത് പോലെ നമ്മൾ എന്താ സുന്ദരന് തൊട്ടുകൊടു, അങ്ങനെയല്ലേ പറഞ്ഞുകൊടു ബാക്കി. പിന്നെ ഇതിലെ ഒട്ടുമിക്ക സാധനങ്ങളും എനിക്കറിയാം. ഏട്ടന് ഇതിലറിയാം കുറച്ച് സാധനങ്ങൾ. പക്ഷെ ഇതെല്ലാം എനിക്കറിയാം. കാരണം ഇവിടെ ഉള്ള സാധനങ്ങളാണ് ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഞാൻ ലേഡീസ് സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ജെൻസിന്റെ ക്രീം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ അല്ലേ അമ്പൂന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? അമ്പൂന്റെയും കൊള്ളാം, അച്ഛന്റെയും കൊള്ളാം. എടി എന്റെ ഡ്രസ്സിലാവല്ലേ, പുതിയ ടീഷർട്ട് കേട്ടോ. കണ്ണടച്ചിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഡ്രസ്സിലാവുന്ന കാണുന്നേ. ചിലപ്പോ ഒലിക്കുന്ന സാധനങ്ങൾ. അങ്ങനെയാണെങ്കിൽ വേറെ വല്ല ഇട്ടാ മതിയായിരുന്നു ഗൈസ്. പുതിയതല്ലേ, കുഴപ്പമില്ല, ഞാൻ കഴുകിത്തരാം. ഏട്ടാ ആദ്യം ഒരുക്കണം. ഞാൻ നിന്നെ ഒരുക്കാം. അമ്പു ലെറ്റ്സ് ഗോ. നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് അമ്മ ഒരുക്കാൻ വേണ്ടി പോവാണ്. തിരിഞ്ഞിരിക്കാം, വാ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. വാ. ഇതിലൊന്നിലും തൊടല്. അതാ, ഒന്നിലും തൊടരുത്. അല്ല, ഫോൺ വേണം. സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. ഓക്കെ, സ്റ്റോപ്പ് വാച്ച് ഞാൻ ടൈം നോക്കിക്കോളാം. അതിനകത്ത് ടൈം എങ്ങനെ ഏട്ടൻ കണ്ണ് കെട്ടിയേക്കൂലേ? നീ ഉണ്ടല്ലോ നോക്കാൻ. ഞാനാ നോക്കണ്ടേ? ഈ ഏട്ടനാ കണ്ണ് കെട്ടിയെന്നെ ഒരു കണ്ടത്. ഞാൻ കണ്ണടക്കണ്ടല്ലോ. ഇല്ല ഫസ്റ്റ് ഞാൻ മൃദുല ഒരുക്കാൻ വേണ്ടി പോവാട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ക്ലൂ അങ്ങനൊന്നും കൊടുക്കത്തില്ല. തെറ്റെടുത്താലും ഇപ്പം വേറെ എന്തെങ്കിലും കൊണ്ട് കണ്ണെഴുതാൻ വന്നാലും ഞാൻ ഒന്നും മിണ്ടൂല കേട്ടോ. ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറയും. ഓക്കെ, കറക്റ്റ് ആയിട്ട് മാർക്ക് ഇടണം. ഞാൻ ഏട്ടന് കറക്റ്റ് ആയിട്ട് മാർക്ക് ഇടും. നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് ഈ സുന്ദരിയെ ഇനി ഇതിൽ കൂടുതൽ സുന്ദരിയാക്കാൻ വേണ്ടിട്ട്. ഈ മേക്കപ്പിൽ എന്തോ മേക്കപ്പ് ഇടാനാ? ആൾറെഡി മേക്കപ്പ് ഇട്ട് വന്നിരിക്കുക. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലോട്ട് പോവാണ്. ബ്ലൈൻഡ് ആക്കൂ. അമ്പു വീഴും കേട്ടോ. നോക്കിയോ? കണ്ണില്ലല്ലേ? ഒന്നും കാണുന്നില്ല. ഇതെത്ര? ഈ പ്രോഡക്റ്റ് ഒക്കെ ഞാൻ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. തട്ടി തറയിലിട്ട് പൊട്ടിക്കല്ലേ? പൊട്ടിച്ചായിട്ട് എനിക്ക് എങ്ങും അറിയത്തില്ല. ഞാൻ പെതുക്കെ തൊടത്തോളൂ. അല്ലല്ല, തൊടുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ഒരാൾ വീലുകൂട്ടി സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ചാലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എത്രത്തോളം അടിപൊളിയായിട്ട് നല്ല കിടിലമായിട്ട് ആരാണ് ഒരുക്കുന്നത്, എല്ലാ പ്രോഡക്റ്റും റൈറ്റ് ആയിട്ടാണോ ചൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ടു അവർ ചാലഞ്ച്, ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച്. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് 10:07 ആയിട്ടുണ്ട്. 10:17 ആകുമ്പോ ഏട്ടൻ നിർത്തണം. തുടങ്ങല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. മണപ്പിച്ചു നോക്കാമോ? മണപ്പിച്ച് നോക്കിക്കോ. ഇത് ഹെയർ സെറം കുറച്ചാവാം. ഇതില്ല അമ്മമാരെ എണ്ണ തേച്ച് തരുന്നൊരു ഫീൽ കേട്ടോ. തൊടണ്ടാണ് എന്നെ. മിക്കവാറും ഈ ചലഞ്ച് എടുക്കാൻ സമ്മതിക്കുമെന്ന് തോന്നില്ല. ഓക്കെ, ഫസ്റ്റ് പ്രോഡക്റ്റ് കഴിഞ്ഞു, ഹെയർ സെറം. സെക്കൻഡ് പ്രോഡക്റ്റ് ഒരുപാട് അടിക്കണ്ട കേട്ടോ അങ്ങനത്തെ സാധനങ്ങൾ. സ്പ്രേ ആണെന്ന് തോന്നുന്നു. നല്ല മണം. ഇത് ഏതിന്റെ സ്പ്രേ? എൻഗേജ് ആണെന്ന് തോന്നുന്നു. ഞാൻ അമ്മ അടിക്കുമല്ലടാ. ഇവ എന്നെ മിക്കവാറും അറിയും കേട്ടോ. എവിടെ അടുത്ത് പോകുമ്പോ ഉമ്മ വെക്കാൻ പോലും സമ്മതിക്കൂല. അടുത്ത് എടാ ഞാൻ ഇതൊക്കെ തൊടുവാണേ. ഷടാ, ഇത് വലിയ ആടായല്ലേ ഇത്. ഈ ചലഞ്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടോ? ഓക്കെ, നിനക്ക് കുടിക്കാം. ഞാൻ ഇത് പറയണോ അതോ ലാസ്റ്റ് പറഞ്ഞാൽ മതിയോ? ഇപ്പൊ തന്നെ പറയാലോ. മേക്കപ്പ് ഫിക്സർ എടുത്ത് എന്റെ ദേഹത്ത് മൊത്തം ആര് തേച്ചിട്ടുണ്ട്. പക്ഷെ സൂപ്പർ മണോടാ. ഇത് മറ്റേ ഇതിന്റെ എൻഗേജിന്റെ സ്പ്രേ. അപ്പൊ രണ്ടാമത്തെ പ്രോഡക്റ്റ് മേക്കപ്പ് ഫിക്സർ ആയിരുന്നു. അതില് മാർക്കില്ലേ?
അയ്യോ തെറ്റിപ്പോയാലേ. തെറ്റിപ്പോയി. എടുത്ത പ്രോഡക്റ്റ് ഇങ്ങനെ വെക്കുമ്പോ കറക്റ്റ് അറിയാൻ പറ്റും, 10 എണ്ണാൻ പറ്റും. അതെന്റെ ഫോണാ. ഇത് കിട്ടി, സാധനം കിട്ടി. ലിപ്സ്റ്റിക്. അമ്പു കഷ്ടമുണ്ടാ, അമ്മച്ചി ഇച്ചിരി തൊട്ടോട്ടാ. ഒരു ഭർത്താവിന്റെ ഗതികേട് ആരും തൊടാൻ പറ്റത്തില്ല. പല്ലി വരച്ച കുഴപ്പമുണ്ടോ? പല്ലി വെച്ചായിരുന്നു. നിന്റെ കൈയാണോ ലിപ്സ്റ്റിക് ആണോ നീ ഉറക്കുന്നത്? ഞാൻ തൊട്ട് നോക്കുക ലിപ്സിന്റെ സൈസ്. എന്താടാ നിനക്ക് ഇതറിയിട്ട് എന്റെ ലിപ്പിന്റെ സൈസ് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ ലിപ്പിലെ ലിപ്പ് ഞാൻ ഇട്ടിരുന്ന ലിപ്സ്റ്റിക് മൊത്തം അവിടെ ഇവിടെ ആക്കി. ചുമക്കുള്ള മരുന്നാണോ അത്? എന്ത് പറ്റി? ഒന്നുമില്ല. ഇങ്ങനെയൊന്നും അല്ലടാ. എനിക്കിത് കറക്റ്റ് അല്ലേ ഇത്? എടാ അടപ്പ് തുറക്കണോടാ മണ്ട. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ശരിയാണല്ലേ. തിരിയുന്നില്ലടി. അതെ, എന്റെ സാധനങ്ങൾക്ക് കേടുപാട് വന്ന കമ്പനി 1000 രൂപ നഷ്ടപരിഹാരം തന്നു. അത് പോയി. ഓ ഇതിനകത്ത് അടപ്പുണ്ട്. ഇപ്പഴാ പിടി കിട്ടിയത്. എടാ കറക്റ്റ് ആയിട്ട് ഇടണം, ഇല്ലെങ്കിൽ മാർക്കില്ല. നീ പറഞ്ഞ അവിടെ എവിടെ വെച്ച് തേക്കരുത്. ലിപ്സ്റ്റിക്കിനകത്ത് ഒരു മെഴുവെടുത്ത സാധനം ഉണ്ടല്ലോടാ, അത് ഇല്ലടാ അതിനകത്ത്. എടുത്ത് ഡാമേജ് പ്രോഡക്റ്റ് ആണോ? നിനക്ക് ഞാൻ തരാൻ. നിനക്ക് ഞാൻ അത് ലിപ്സ്റ്റിക് ആണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് ഇവിടെ ഇരിക്കുമ്പോ യൂസ് ചെയ്യാനെന്ന് അറിയത്തില്ലല്ലേ? ഞാൻ ലിപ്സ്റ്റിക് ഇടാറുണ്ടോ? അതാ ഞാൻ ഒരുങ്ങുമ്പോ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് ആസ്വദിക്കണം. അതെങ്ങനെ ഒരുങ്ങായിരിക്കുമ്പോ വാ 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 വിളിക്കരുത്. കുഴപ്പമാണെങ്കിൽ ഞാൻ തരാടാ. ഓ ഐ സീ. നോക്കരുത്, കാണാവോ നിനക്ക്? ദൈവത്തിന് കാണത്തില്ലേ, സുറ്റം കാണത്തില്ല എനിക്ക്. നീ ഇട്ട് നോക്കണം. 10 മിനിറ്റിൽ 10 പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്യണേ. കുഞ്ഞു പിടിക്കുന്നത് മതി മതി, നീ ഇട്ടത് മതി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഇട്ടും തോന്നില്ല കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് ഇട്ടല്ലേ. മനഃപൂർവ്വം. എടാ അങ്ങനെ പറയാലേ, ചുമ്മാ ഇരിക്കണേ. ഞാൻ എടാ കണ്ണടച്ചിട്ട് ഞാൻ ഈ ക്യാപ്പ് നീ ഇനി അവിടെ കൊണ്ടുവെക്കും. ഈ ക്യാപ്പ് ഇതോ? എനിക്കറിയണം അത്. ചുണ്ടിൽ കറക്റ്റ്. അതെ, ഒരു മിനിറ്റ് നിനക്ക് ഞാൻ ഒരു ടിഷ്യൂ തരാം. ഇല്ലെങ്കിൽ ഞാൻ സാധനം വെച്ച് എന്റെ മോന്തയ്ക്ക് മൊത്തം നീ തേക്കും. എന്റെ കൈ മൊത്തം ലിപ്സ്റ്റിക്കാ. എനിക്കറിയാം ലിപ്സ്റ്റിക് ഇച്ചിരി ഒരിക്കലും ലിപ്സ്റ്റിക് നമുക്ക് കണ്ണടച്ചുകൊണ്ടിടാൻ പറ്റില്ല. പിന്നെ ഇതില് എല്ലാ റൂൾസും കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും മേക്കപ്പില് സുന്ദരി ആരാണോ, അത് സുന്ദരൻ ആരാണോ അവർക്കാണ്. എടാ ഈ ടൈം ഒന്ന് നീ പോയ ടൈം ഒന്ന് ബാലൻസ് ചെയ്യണേ. കുറച്ച് മിനിറ്റ്സ് കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് ഉള്ളിൽ നിന്ന് വരണം. ടിഷ്യൂ എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. അതവന്റെ കളിപ്പാട്ടം. അതൊക്കെ കൊടുത്താലേ ഇവിടെ ഇടയ്ക്ക് ഇരുത്താൻ പറ്റൂ. അത് എടുത്ത സാധനങ്ങളാ. 3 പ്രോഡക്റ്റ് എടുത്തുള്ളൂ. ഇതെനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സമയം പോകുന്നു. മനസ്സിലായി. ഒരുപാടായി പോയി കേട്ടോ. അവിടെ ആക്കല്ലേ. സോറി കശം പോക്ക്. കശോ ഇത് ഞാൻ കശത്തിലാ തേക്കുന്നത്. കൈ താന്നാ. കൈ തരണം, ഒന്ന് തപ്പി കണ്ടുപിടിക്കണം. ഇത് ബോഡി ലോഷൻ ആണ്. ബോഡി ലോഷൻ. 4ാമത്തെ പ്രോഡക്റ്റ് ബോഡി ലോഷൻ. ബോഡി ഫേസ് ആണോ? അപ്പൊ അത് സൂപ്പർ ആയിട്ട് ചെയ്തേ. അതെന്റെ കൈ. അതെന്തോന്ന് പറയണേ. ഇത് ഫേസർ. തൊടണ്ടാ തന്നെ. നമ്മ പൊന്നിന്നോ സുന്ദരിയായോടി. പിന്നെ എങ്ങനെ ഈ ചലഞ്ച് ചെയ്യാൻ തോന്നി എന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. അതല്ല, അതൊക്കെ കാണിച്ചു തരാം. ബ്ലൈൻഡ് ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. പ്രോഡക്റ്റ് കഴിഞ്ഞല്ലോ. 5ാമത്തെ പ്രോഡക്റ്റ് ഫേസർ ആണ്. അല്ല, അത് കറക്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ 4 പ്രോഡക്ട്സ് കറക്റ്റ് ആക്കി. 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞേ. 5 പ്രോഡക്റ്റ് ആയി. വേഗം ടൈം തരൂല. അല്ല പൗഡർ. ഓക്കെ, 1 2 3 4 5 6ാമത്തെ പ്രോഡക്റ്റ് പൗഡർ ആണ്. ചെറുക്കെ സമ്മതിക്കൂലോട്ടോ. സമ്മതിക്കുന്നില്ല. എന്തുകൂടാകുമ്പോ നിനക്ക് വേണോ പൗഡർ? കുറച്ച് വേണോ? മിണ്ടോടെ
അവൻ എന്നെ തിരിച്ചറിയാൻ പറ്റുമോ എന്തോ. പൗഡർ നമ്മളിങ്ങനെ തേച്ച് പിടിക്കും. കുറച്ച് വേണോ? മതി. പണ്ട് അമ്മമാരൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് രണ്ട് തട്ടുണ്ട്. തട്ടിപ്പറപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഈ പൗഡർ ഒന്നും ഇപ്പൊ ആരും യൂസ് ചെയ്തില്ല. ഞാൻ യൂസ് ചെയ്തില്ല. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും ഞാൻ ഏഴിലൊക്കെ പഠിക്കുമ്പോൾ ഈ പൗഡർ ഇട്ട് ബ്രൈറ്റ് ആവും, വാരി പൊത്തിയായിട്ട് ഞാൻ അങ്ങനെ പോകുമായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. നിന്റെ ടൈം പോവാട്ടോ. നീ ഇങ്ങനെ പനങ്ങിയിരുന്നാലേ ഔട്ട് ആക്കുകയും ഞാൻ പറഞ്ഞേക്കാം. 6 മിനിറ്റ് ആയേ. 6 മിനിറ്റ് ആയി. ടൈം ഈസ് ഫ്ലൈയിങ്. വീട്ടിൽ ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. ഇത് മനസ്സിലായി. മേക്കപ്പ് ഫിക്സർ ആണ് അത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഞ്ഞിന്റെ കയ്യിലുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് അടിക്കാവൂ. അതിൽ കുറച്ചൊക്കെ അടിക്കാവൂ. കുഞ്ഞു കയ്യിലുണ്ട്. ഇത് സ്പ്രേ ആണ്. സ്പ്രേ എങ്ങനെ അറിയാം? ചെറിയ ബോർഡിലെ മേക്കപ്പ് ഫിക്സർ വെച്ച് വലുതല്ലേ. സ്പ്രേ ആണ്. മണപ്പിച്ചൊക്കെ നോക്കുന്നത് നിനക്ക് മൂക്കുണ്ടല്ലോ, കണ്ണല്ലി ഇല്ലാതുള്ളൂ. അയ്യോ ചെറുക്ക കുഞ്ഞുണ്ട്. ഓക്കെ, സ്പ്രേ ആണ്. കറക്റ്റ് ആണ്. ഞാനും കൂടെ സഹായിക്കാൻ, കാരണം എനിക്ക് ശ്വാസം എടാ 2 ലിപ്സ്റ്റിക് ഉണ്ടോ? 3, 6, 1, 7. ഇത് 8ാമത്തെ പ്രൊഡക്റ്റ് ആണ്. വേഗം ആയിക്കോട്ടെ. 2, 3 മിനിറ്റ് 4 മിനിറ്റോടെ ഞാൻ തരത്തോളൂ. ഇത് ലിപ് ഗ്ലോസർ അല്ലേ? ലിപ് ഗ്ലോസർ കറക്റ്റ് ആണോ? ലിപ്പിൽ കൊണ്ട്, അതുകൊണ്ട് കറക്റ്റ് ആക്കി തരാൻ. അതെ, മേക്കപ്പ് സാധനമൊക്കെ നശിക്കും കേട്ടോ. അതൊക്കെ അങ്ങനെ പിന്നെ സഹിക്കുന്നില്ല. ഇത് എല്ലാം കൊണ്ട് ദൂരെ വെച്ച പിന്നെ ഇത് ക്യൂടെക്സ് 9ാമത്തെ പ്രൊഡക്റ്റ് ആണ്. ക്യൂടെക്സ് വിരള് ഇച്ചിരി ഇടുന്നുള്ളൂ. ഞാൻ ഒരുപാട് കുളമാക്കിയാലോ. കറക്റ്റ് ആയിട്ട് ഇടാൻ നോക്കാം കൂടെ മാക്സിമം. ഓക്കെ, മതി. അതാക്കി നീ കേട്ടോ. മൂടെന്തി മൂടൊക്കെ എടുത്ത് കൈ തരാം. എന്റെ കയ്യിലാവല്ലേ ഇത്. നീ ഒന്ന് അടയ്ക്കോ. എന്റെ കയ്യിലാവോ? അതാ ഈ സാധനം കയ്യിലേ പോവില്ല. ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ലാസ്റ്റ് വേഗം പിന്നെ ടൈം കൊടുത്തേ പോട്ടേന്ന് വെച്ച്. പൊട്ട് ഇത് കുഞ്ഞു പൊട്ടി പെണ്ണിടുന്നത്. ഞാൻ ഇടുന്ന കുഞ്ഞു പൊട്ടോ. ഇത് എങ്ങനെ ഞാൻ ഇരുന്നോ? ഇരുന്ന് കണ്ണാടി അല്ല, പോയി ഒന്നുകൂടി എടുക്കോ. ഞാൻ ഒന്ന് തൊട്ടപ്പോഴേ പോയി. സോറി. അല്ല, സമയം തരാം. കാരണം കഴിഞ്ഞല്ലോ. 10 ചെയ്ത്. ലാസ്റ്റും പൊട്ടായിരുന്നു. പൊട്ടൻ വിളിക്കുന്നതാണോ? അതെന്റെ മുഖം കാണുമ്പോ മനസ്സിലാവും നീ പൊട്ടനായിരുന്നു. സമയം മുന്നേ കഴിഞ്ഞു. ഞാൻ നിനക്ക് തന്നതാ ചുമ്മാതെ. ഞാൻ തുറക്കട്ടെ? തുറന്നോ. സർപ്രൈസ് ആവോ ഗൈസ്? സർപ്രൈസ് ആവോ? കൊലച്ചിരി. ഇതിനെയാണ് കൊലച്ചിരി എന്ന് പറയുന്നത്. ഞാൻ പ്രതീക്ഷ അത്ര സൂപ്പർ ആയില്ലടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പോയി കേട്ടോ. പൊട്ട് പോടെ. അവിടെ തന്നെ ഞാൻ കണ്ടോ? പൊട്ട് കറക്റ്റ് ആയിരുന്നില്ലേ? ഇപ്പൊ സാധാരണ ഇവിടെ ആണല്ലോ എല്ലാരും പൊട്ട് വെക്കുന്നത്. ഇങ്ങടെ പൊട്ടൊക്കെ അറിഞ്ഞൂടാ. എടാ ലിപ്സ്റ്റിക് കുളമായി പോയില്ലേടാ. ഇച്ചിരി കയ്യിൽ നിന്ന് പോയില്ലേ ലിപ്സ്റ്റിക്? അതൊക്കെ ശ്രദ്ധയോടിടണ്ടേ. അതൊക്കെ ലിപ്സ്റ്റിക്. ഇതൊരുമാതിരി പട്ടിയോ പൂച്ച വാ അടിച്ചു തീരണ. അതൊക്കെ പോട്ട്. നീ നെയിൽ പോളിഷ് ഇട്ട എന്തി? നെയിൽ പോളിഷ് ഇട്ടില്ലടാ ഞാൻ. ഏറി വെച്ചാക്കിയല്ലേ. നമ്മളെ ഗായ്സ് ഇതിനിങ്ങനെ എടുത്ത് ആക്കുമ്പോ നമുക്ക് ആക്കി ഫീലാണ്. തറയിലെങ്ങാണ്ട് ഇച്ചിരി വീണിട്ടുണ്ട് നെയിൽ പോളിഷ്. അല്ല, അപ്പൊ നിന്റെ ഉടുപ്പില്ല. കൺഗ്രാറ്റ്സ്. അയ്യോ ഇല്ല. ആയില്ലേ? ടിഷ്യൂ തുടങ്ങി. എന്റെ വീട് മൊത്തം നെയിൽ പോളിഷ് ആവുനി. ഓക്കെ ഗൈസ്, അപ്പൊ എണ്ണ ഏട്ട ഉപയോഗിച്ച 10 പ്രോഡക്ട്സ് ഇതൊക്കെയാണ്. അത് പറയാം ഇപ്പൊ. ആദ്യം ഹെയർ സെറം 1 മാർക്ക്. പിന്നീട് ഇത് മേക്കപ്പ് ഫിക്സർ ആയിരുന്നു, തെറ്റി. ഓക്കെ. മൂന്നാമത് എനിക്ക് ഇതല്ല, കുറച്ച് ഓർഡർ അറിഞ്ഞൂടാ. ഇത് ഹെയർ സെറം. ഇതിന് മാർക്കുണ്ട്. മാർക്ക് കൂട്ടി 2, 3. പക്ഷെ കയ്യിലിട്ടില്ല. മാർക്ക് തരണോ? തരണ്ട. ഓക്കെ, അപ്പൊ 2 മാർക്കുള്ളേ. പിന്നെ ഇത് കറക്റ്റ് ആയിട്ട് ഇട്ട് 3, 4, 5, 6, 7, 8 മാർക്ക് 10. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, നിനക്ക് ഇതെല്ലാം അറിയാലോ പിടിക്കുമ്പോഴേ. എനിക്കറിയാം. അപ്പൊ നിനക്ക് അങ്ങനെ മാർക്ക്, നീ എന്നെ കറക്റ്റ് ആയിട്ട് ഒരിക്കലേ മാർക്ക്. പക്ഷെ ഇത് മൃദുലയ്ക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരിക്കൽ മാത്രമേ മാർക്കുള്ളൂ. ഞാൻ പോട്ടെ, നാട് വിട്ടു പോട്ടെ. നീ എടുത്തോളാം. അവൻ എന്റെ അടുത്തിരുന്ന് മടുത്ത്.
ഓക്കെ ഗൈസ്, ഓക്കെ, ഇനി നെക്സ്റ്റ് റൗണ്ട്. ഞാൻ കണ്ണാടി നോക്കുന്നില്ല, കാരണം നോക്കിയാ എനിക്കറിയാം ഏകദേശം എന്റെ രൂപം എന്തോ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം പൗഡറും ലിപ്സ്റ്റിക് ഇങ്ങോട്ടൊക്കെ ഇറക്കിയിട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. മൃദുലേക്ക് കറക്റ്റ് ആയിട്ട് ഒരിക്കലേ മാർക്കുള്ളൂ കേട്ടോ, സീരിയസ് ആയിട്ട്. പ്രോഡക്റ്റ് നിനക്കെല്ലാം അറിയാലോ, അത് പിന്നെ അളമ്പല്ലേ അല്ലേ ഗൈസ്? നിനക്കും ഏകദേശം ഇപ്പൊ നീ എല്ലാം കറക്റ്റ് പറഞ്ഞല്ലേ, നെയിൽ പോളിഷ് വരെ കറക്റ്റ് പറഞ്ഞു, ഇട്ടില്ലെന്നേ ഉള്ളൂ. മനഃപൂർവ്വം എന്റെ എനിക്ക് മാലയൊന്നും ഇടാൻ പറ്റില്ല, എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ഇടാൻ പറ്റില്ല. ഇരിപ്പുണ്ടായിരുന്നല്ലോ, തപ്പി എടുക്കണമായിരുന്നു. നിനക്ക് ഞാൻ എക്സ്ട്രാ ടൈം തന്നു പിന്നെ. എന്നിട്ട് ഓക്കെ അടുത്ത റൗണ്ടിൽ പോവാം. ഓക്കെ പോവാം. എനിക്ക് മൃദുലയുടെ മുഖത്ത് ചിരി വരുന്നത്, സോറി കേട്ടടി. ഞാൻ ലിപ്സ്റ്റിക് സത്യം ഞാൻ ഇത്ര ഇട്ടെന്നുള്ള എഫക്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ, കുറച്ചിട്ടെന്നുള്ള. അത് ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോ ചുണ്ടിൽ തൊട്ടിട്ട് ഇടണ്ടേ, ഇത് നീ വെച്ചങ്ങ് തേച്ച് നിനക്ക് ഭയങ്കര എക്സ്പേർട്ട് ആയ രീതിയില്. അത്യാവശ്യം ഞാൻ മാക്സിമം നീ യൂസ് ചെയ്ത പ്രോഡക്ട്സ് ഞാൻ എടുക്കുന്നില്ല. അതെനിക്ക് തപ്പുമ്പോ അറിയാലോ നീ യൂസ് ചെയ്ത പ്രോഡക്ട്സ് ഏതാണ്. എന്നെ കാട്ടി എവളായിരിക്കും കേട്ടോ അടിപൊളിയായിട്ട് ചെയ്യുന്നത്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എത്രയായാലും കണ്ണ് കെട്ടിട്ടല്ലേ ചെയ്യുന്നത്. റൗണ്ട് 2, നീ അടുത്ത മൃദുല തന്നെ മേക്കപ്പ് ചെയ്യാൻ പോവാ. നന്ദിയുണ്ട്, ഇതാകുമ്പോ എന്നെ ആരും കാണത്തില്ലല്ലോ, ഞാൻ കണ്ണടച്ചിരിക്കുന്നു. പൂച്ച പാല് കുടിക്കുന്ന പോലെ ആദ്യം പൊട്ടിന്ന് തുടങ്ങാം. ആണുങ്ങൾ പൊട്ടിടൂ മേക്കപ്പിൽ അങ്ങനൊന്നുമില്ല. ആണോ? അപ്പൊ എന്നെ പെൺവേഷം കെട്ടിക്കാണോ? എന്നാ പൊട്ട് വേണ്ട, നീ ആ പറഞ്ഞെനിക്ക് ഫീൽ ഇല്ല, ഞാൻ ചുമ്മാ പൊട്ട് വേണ്ട. അതുക്കും മേലെ എന്തോ എനിക്ക് ഉണ്ടാക്കാൻ വെച്ചുള്ള പരിപാടിയാ. നേരെ നിന്റെ കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ലിപ് ലൈനർ. മൂഞ്ചി ഇങ്ങോട്ട് കൊണ്ടുപോയി തോന്നില്ല, ഇതെന്റെ ചുണ്ടേതാ വായേതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാ. ഇതില്ല മേശരിമാരില്ല കട്ട ഇളകുന്ന. അതെ സാർ, ഞാൻ ലിപ് ലൈനർ തേക്കുക. ചുപ് രഹോ. കറക്റ്റായിട്ട് വരയ്ക്കുന്നുണ്ട് തോന്നുന്നു. നമുക്ക് തപ്പി തപ്പി വരയ്ക്കാമല്ലോ. പിന്നെ നിനക്കൊണ്ടല്ലോ ചുണ്ട് ഒരേക്കർ. മീശ മീശ ചുണ്ടും അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എടാ നീ എന്നെ മീശ വരയ്ക്കാനല്ല കേട്ടോ, ചുണ്ട് വരയ്ക്കാനാണ്. ലിപ് ലൈനർ ഞാൻ ചുണ്ടിൽ വരച്ചിരിക്കുന്നു. ഓക്കെ, പ്രൊഡക്റ്റ് ഒക്കെ എന്ത് ചെയ്യട്ടെ, അങ്ങോട്ടൊക്കെ എടുത്തു കേട്ടാ. ആ സൈഡ് എത്ര ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഓ, ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഒരെണ്ണം കൂടെ വേണം. അതിനാ ഒരു സാധനം കൂടെ വേണം. ഓ, ഇവിടെ തപ്പി എടുക്കുന്നുണ്ടോ? ഓക്കെ, എനിക്ക് സെക്കൻഡ് ഞാൻ ഇതായിട്ട് എടുക്കുവാണേ. സെക്കൻഡ് കോമ്പ്. ഈ ലിപ് ലൈനർ വയറിൽ പോയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു അന്തപ്പം അതെ ഞാൻ ഉപയോഗിക്കുന്ന കേട്ടോ, എനിക്കിതൊരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. നീ നിന്റെ എത്ര കൊല്ലം കൊണ്ട് ഉപയോഗിക്കുന്നത്? വയറ്റിൽ പോയി കുടലിനൊക്കെ അതൊരു യൂസ്ഡ് ആയി. എന്റെ അങ്ങനാണോ? ഇങ്ങോട്ട് വാ, ഫ്രഷ് കുടല, അടുത്തോട്ട് വാ. എന്റെ ലിപ്സ്റ്റിക് കുടലല്ലേ, എല്ലാ ബ്രാൻഡും ഉണ്ട്. പിന്നെ പറയുന്നത് മൂന്നാമത്തെ പ്രോഡക്റ്റ്. അടി എനിക്ക് മുടി ഇല്ലടി പെണ്ണെ, മൊണ്ണേ മുടിയില്ലാത്ത മുടിയിൽ മൊട്ടയായിട്ട് ഞാൻ പണി തരാം. നീ എന്റെ ലിപ്സ്റ്റിക്ക് എന്റെ മൂഞ്ചി മൊത്തവും വെച്ച് തേച്ച് തേർഡ് പ്രോഡക്റ്റ് ആയില്ലേ? ഇതില് വടിവേലിനെ പോലെ ഞാൻ സുന്ദരനായിട്ടില്ലേ? ഒരു ഫോട്ടോ എടുത്ത് വെച്ചു. എടി എന്നെ ഗ്ലാമർ ആക്കടി, വിയേർഡാക്കാതെ. വിയേർഡാക്കാൻ കൈ കിട്ടുന്ന സാധനമില്ല, ഞാൻ തപ്പി തപ്പി എടുക്കും. ഏട്ടാ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യാത്ത സാധനം ഞാൻ യൂസ് ചെയ്തില്ല. അതെന്തോ ഫൗണ്ടേഷൻ. എനിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ട് കേട്ടോ, പക്ഷെ എന്തോന്ന് നീ ചെറുക്ക ക്യാമറ തട്ടി ഇടും കേട്ടോ, ട്രൈപ്പോഡ് കൂടെ തട്ടി നമ്പുവാ. അതിനെ ദൂരെ മാറ്റി കൂടെ. ഓക്കെ, മൂഞ്ചി ഇങ്ങോട്ട് തരൂ. മനഃപൂർവ്വം ആക്കലടാ. മനഃപൂർവ്വം അല്ല ഏട്ടാ, എനിക്ക് കണ്ണ് കാണാത്തോണ്ടേ. എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ? കണ്ണിൽ കണ്ണടച്ചു ഇങ്ങോട്ട് നല്ല സുഖം ഏട്ടന് കൂടെ ഇടുന്ന ആയതുകൊണ്ട് ഈ മൂഞ്ചി എനിക്ക് കണ്ണടച്ചിട്ടായാലും അറിയാം. തേച്ച് പിടിപ്പിച്ചില്ല, അവിടെ എവിടെ ഇരിക്കും. എനിക്ക് ഫേസ് ഇതാ. ഓക്കെ, മൂക്കിച്ച് നല്ല ഉണ്ട് കേട്ടോ. ആണല്ലേ? ഏട്ടൻ ഇവിടെ അല്ലേ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്ന്? പ്രഭാസിന്റെ മൂക്ക എല്ലാരും പറയാറുണ്ട് പണ്ട് പഠിക്കുമ്പോ. വിളിച്ചോണ്ടാ പോയി പ്രഭാസിന്റെ. ഇവിടെ ആരെയും തോന്നുന്നുണ്ടോ? ഇവിടെ അല്ലേ? ഇവിടെ നല്ലൊരു ഇന്ദ്രിയത്തിന്റെ നല്ല സ്മൂത്ത്, തടിയേ ഇല്ല, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ, സമയമില്ല, ഞാൻ വേഗം. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ പാലറ്റ് എടുക്കാം.
ഓക്കെ ഇവർക്ക് എല്ലാം അറിയാം ഗൈസ് കേട്ടോ. എനിക്ക് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. എനിക്കൊന്നും അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എനിക്ക് അറിയത്തില്ല എന്ന് കള്ളം പറയണ്ടല്ലോ. ഇത് അത് ഏതൊക്കെ ഷെയ്ഡാന്ന് അറിയാമോ? ഇല്ല അതറിയത്തില്ല. അതിപ്പോ ഞാൻ കണ്ണടച്ചിട്ട് ഏതാ ഞാൻ അങ്ങനെ ഞാൻ പഠിച്ചൊന്നും വെച്ചിട്ടില്ല. മിനിക്കൊന്നും തേക്കില്ലടാ. എടാ ഞാൻ കണ്ണടച്ചിട്ട് ഏതാ തൊടുന്നേന്ന് മിനുക്കാണോ ഇല്ലാത്തയാണോ ഞാൻ ഇങ്ങനെ അറിയാനാണ്. ഓക്കെ എണ്ണുന്നുണ്ടോ ഞാൻ ഏതൊക്കെ പ്രോഡക്റ്റ് എത്ര പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു? ഞാൻ അതൊന്നും എണ്ണുന്നില്ല. നീ നിനക്കെല്ലാം അറിയാലോ. അല്ല ഇവക്ക് എല്ലാ പ്രോഡക്റ്റ് അറിയാവുന്നതുകൊണ്ട് കറക്റ്റ് ആണെന്ന് ഞാൻ നോക്കണം. എടാ ഇത് കണ്ണിന് മേളിലിടുന്ന ഈ സത്യം പറഞ്ഞ പെൺകുട്ടികൾക്കൊക്കെ എന്തോ ഒരു മേക്കപ്പ് സാധനം നമ്മൾ ആമ്പിള്ളേർക്ക് അതൊക്കെ നമ്മളാ. പക്ഷെ ആമ്പിള്ളേർ മേക്കപ്പ് ചെയ്യുന്ന ആമ്പിള്ളേരുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസർ. എന്റെ വിചാരം ഇത് ഒന്നി ഒരു ഇച്ചിരി ബ്രൗൺ കളറാണ്. ഞാൻ ഇച്ചിരി എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ക്യാമറ ഒന്നും കാണുന്നില്ല. നിങ്ങളായിരിക്കും കാണുന്നത്. ഞാൻ പോയി കണ്ണാടി പോയി നോക്കണേ. മിനിക്കാണെങ്കിൽ ഇച്ചിരി ഹൈലൈറ്റർ പോലെ ഇങ്ങോട്ട് ഇവിടെ ഇടുന്നുണ്ട്. ഹൈലൈറ്ററോ അല്ലെങ്കിൽ അത് ബ്ലഷ് ആയിട്ടോട്ടുണ്ടോ? നാളെ ഇനി മോന്തയിലൊക്കെ നിറച്ച് കുരുവൊക്കെ വരുമ്പോ ഇത് യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് വേറൊരു സാധനം വേണം. അതാ ഞാൻ ഇവിടെ തപ്പുന്നത്. അത് ഏറ്റെടുത്ത് മാറ്റിയോ? എന്ത് കണ്ട് കിട്ടിപ്പോയി. അത് ക്യൂടെക്സാ പറഞ്ഞത് കാര്യം. ഇപ്പൊ ഞാൻ കണ്ണീർ അത് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഞാൻ പറഞ്ഞ ക്യൂടെക്സ് എടുത്ത് ഇന്ന ദേഹം മൊത്തം ഒക്കെ ഞാൻ ഇപ്പൊ കണ്ണി തേച്ചു. ക്യൂടെക്സ് വേണ്ട. ഈ ക്യൂടെക്സ് ഒക്കെ കണ്ണിലേ പോവൂ. ഞാൻ ഏട്ട യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരണം. ലിപ് ഗ്ലോസ് ആണ്ടാ ഞാൻ എടുത്തപ്പോ ഈ സാധനം പൊങ്ങി വന്നില്ല. അതെന്താ? തപ്പണം. അത് നീ ഉപയോഗിച്ചത് വേറെ ലിപ്സ്റ്റിക്. ഇത് ലിപ് ഗ്ലോസ്. കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം. ഇവിടെ എനിക്ക് ചുണ്ട് വിട്ടതാ. നോർമലി വിട്ടാ എനിക്ക് അറിയാൻ ചുണ്ട് നിന്റെ. നിന്റെ ചുണ്ടല്ലേടാ? നോർമലി വിട്ടാണാ ഏട്ടാ? അതെ അമ്പൂട്ടനെയും കൂടെ നോക്കിക്കോണേ. അവ ഇവിടെ വന്ന പോലെ എനിക്ക് തോന്നുന്നു. അല്ല അതുകൊണ്ട് അടങ്ങിയിരുന്നതാ. സംസാരിക്കല്ലേ. മേക്കപ്പ് ഇടുമ്പോ സംസാരിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിനൊന്നും ഇഷ്ടപ്പെടത്തില്ല. മിണ്ടത് അങ്ങനെ പറയും. എനിക്ക് മേക്കപ്പ് ഞാൻ ഫേസ് തരുന്നില്ല. എടുത്തോ എന്നെ മൊത്തത്തിൽ എടുത്തോ. ഞാൻ ഉടുപ്പ് ഊരി നിൽക്കാ. നിക്കർ ഊരിട്ട് വേണമെങ്കിൽ ചെയ്തോ. എന്തിനാ മേക്കപ്പ് ചെയ്ത് നിനക്ക് മൊത്തത്തിൽ വേണമെങ്കിലേ എനിക്ക് ഏട്ടന്റെ ഫേസ് കാണണം. ഞാൻ പിന്നെ ഇച്ചിരി ഇത് ലിപ് ഗ്ലോസ് ആണ്. എന്നാലും ഇച്ചിരി എടുത്ത് നമുക്ക് ബ്ലഷ് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട് നോക്കൂ. ഈ വ്ലോഗ് ഇട്ട് കഴിഞ്ഞ് ഞാൻ കാണൂല കേട്ടോ. എനിക്ക് തന്നെ കാണണ്ട. ഈ വൃത്തിയായിട്ടോ ഈ ഇതിനകത്തിരിക്കുന്ന വൃത്തിയായിട്ടോ എനിക്ക് കാണണ്ട. റിയാക്ഷൻ ഇപ്പഴല്ല നമ്മൾ എടുക്കുന്നത്. ഞാൻ ഒന്നും കാണുന്നില്ലടി. ഇതിന് പഴയ സിപ്പപ്പിന്റെ ടേസ്റ്റ് തിന്നാനത് പോയി കുറച്ച്. അല്ല ആ സ്മെല്ലേ പണ്ടത്തെ സിപ്പപ്പിന്റെ മണം. ഞാൻ തപ്പുന്ന പ്രോഡക്റ്റ് ഇവിടെ ഇല്ല. അതെ നമ്മൾ 2 മാല എടുത്തിട്ടുണ്ട്. അതില് ഒന്ന് പ്രവീണും ഒന്ന് മൃദുലയുമാണ്. ഇതിൽ ഞാൻ തപ്പി നോക്കിയിട്ട് കറക്റ്റ് പ്രവീൺ ഞാൻ ഇടാം. അതുകൊണ്ട് 2 ഞാൻ തുറക്കുവേ. തപ്പി കണ്ടുപിടിക്കുവോ? പിന്നെന്താ ഭയങ്കര പ്രോകള്. പിന്നെ മാല തപ്പി നോക്കിട്ട് ഇവിടെ കറക്കി ഇടുമെങ്കിൽ ഇന്ന് ഞാൻ സമ്മതിക്കോളാം. ഷുവർ. എന്തേ മനസ്സിലാവുന്നില്ലേ? എത്ര ടൈം വേണം? ഇത് മൃദുലയാണ്. ഇത് പ്രവീൺ. അതേ മനസ്സിലായിരുന്നു. പിന്നെ ഞാൻ നോക്കിയതാ. പ്രവീണിന്റെ അറിയാണാക്കിടാമോ? പോകട്ടെ. മറ്റേ മീശമാധവൻ കിടക്കുന്ന മറ്റേ നീ ഞാൻ വരാം. അല്ല നീ വാ. ഇതുമായിട്ട് മൈപ്പീലിയായിട്ട് ഞാൻ ഓർക്കുന്നു ആ ദിവസം. വല്ലാണ്ട് ഓർക്കുന്നു ഞാൻ ആ ദിവസം. നമ്മൾ പെറ്റ്സിന്റെ ഒക്കെ കഴുത്തിലെ പേരെഴുതിയ പോലെ. നീ എന്നെ ഇപ്പോ കണ്ടിട്ട് എന്തേലും പെറ്റല്ല ഞാൻ ഒന്നും പറയുന്നില്ല. ഏട്ടാ ഞാൻ തപ്പുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല. വേണം ആ 2. ഇത് ഒരെണ്ണം എനിക്ക് കിട്ടി. മറ്റേതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ മേക്കപ്പ് കഴിഞ്ഞു. ഞാൻ എത്ര പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ റൂൾസ് കൊണ്ടുവരും. നമ്മൾ റൂൾസ് വയലേറ്റ് ചെയ്യും. സത്യമല്ലേ? സത്യം. അല്ല ഇവക്ക് ഞാൻ ആ പോയിന്റ്സ് വെക്കാത്തത് ഇവക്ക് എല്ലാം അറിയാം. എനിക്ക് തൊട്ട് നോക്കി അറിയാം. ഏത് റൂളിലും ഉറക്കത്തിലും ഞാൻ പറയും എന്ത് പ്രൊഡക്റ്റ് ആണ് എന്ന്. കാരണം എനിക്ക് ഒരു സാധനം ഒരു വട്ടം കണ്ടാൽ മതി. എടാ ഇതാണ് ഞാൻ തപ്പിയത്. പിന്നെ ക്യൂടെക്സ് ഐലൈനറും തപ്പിയാ എനിക്ക് അറിയാം കേട്ടോ. കണ്ണടച്ചിരിക്കണം. കണ്ണ് തുറന്നിട്ട് അവിടെ പോയി ഇവിടെ പോയി പറയരുത്.
അത് എന്റെ കയ്യിലില്ല. ഐലൈനർ ആണ് അവിടെ ഇവിടെ എന്റെ കൈ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഉടുപ്പിലൊക്കെ ആവണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു. ഞാനിപ്പോ തൽക്കാലം കണ്ണിലോട്ട് വരയ്ക്കുന്നില്ല, ഞാൻ വാലി മാത്രമേ ഇടുന്നുള്ളൂ. എന്നെ കറക്റ്റേ ട്രെയിനിലൊക്കെ വരുന്ന ചേച്ചിമാരെ പോലെ ആക്കി. സത്യമായിട്ട് മുംബൈ പോയപ്പോ ഒരു ചേച്ചി എന്റെ അടുത്ത് വന്നായിരുന്നു. വന്നിട്ട് 2 ക്ലാപ്പ്. ചില ആൾക്കാർ നല്ലവരുണ്ട് കേട്ടോ. ചില ആൾക്കാർ കാശ് എടുത്തില്ലെങ്കിൽ ഭയങ്കര മോശമായിട്ട് വരും. പലർക്കും എനിക്ക് ട്രെയിനിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലവർ നല്ലവരാ. ചില ആൾക്കാർ നമ്മളെ പൈസ കൊടുത്തില്ലെങ്കിൽ ഒന്നും പറയത്തില്ല. ചിലവർ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും. ചില ആൾക്കാരുണ്ട്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് മസ്കാര. കണ്ണടയ്ക്കൂ. അതിന്റെ മീശയടി ആണോ? ഞാനെന്താ വിളിച്ചത്, നിനക്ക് ഇത്രയും ഐലാഷസ് ഉണ്ടോ? കണ്ണിവിടല്ലേ. എനിക്ക് അത് അത്ര അറിയില്ല. എന്നാലും ഞാൻ ഇത് യൂസ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇത് വെച്ച് തന്നെ ഐബ്രോയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട്. പുറത്തോട്ടാ നിന്റെ കൈ കാരണം ഒന്നും കാണത്തില്ല ക്യാമറ. ഐബ്രോയും കൂടെ ഞാനൊന്ന് ഇവിടല്ലേ ഐബ്രോ, അതെ ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് ജസ്റ്റ് ഒന്ന്. ഓക്കെ, അപ്പോൾ മസ്കാര കഴിഞ്ഞു. ഏട്ടന് വേണമെങ്കിൽ താടിയും മീശ ഉള്ളതുകൊണ്ട് നമുക്ക് മീശയും കൂടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ക്രിസ്മസ് അപ്പൂപ്പനാക്കടി. ഇതെടുത്തിട്ട് ഷേവിംഗ് ക്രീം ഇങ്ങോട്ട് അതായിരുന്നു വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ടല്ലേ. അങ്ങനത്തെ ഒരു ചലഞ്ച് കൂടെ ചെയ്യാം. ഫാൻസി ഡ്രസ് കഴിഞ്ഞു 10 ആയില്ലേ? എനിക്കുള്ളൂ. ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തു? നീ ഒട്ടുമിക്ക സാധനങ്ങളും യൂസ് ചെയ്തു. ചീപ്പ്, ബണ്ണ്, ഐലൈനർ, ഫൗണ്ടേഷൻ, മറ്റേ ഫൗണ്ടേഷൻ, പിന്നെ പൗഡർ യൂസ് ചെയ്തില്ല. ലിപ് ലൈൻ അത് ഏട്ടൻ യൂസ് ചെയ്തു, ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല. എല്ലാം യൂസ് ചെയ്തു. യൂസ് ചെയ്യാത്ത സാധനങ്ങളെല്ലാം ഞാൻ യൂസ് ചെയ്തു. ഓക്കെ, ഞാനൊന്ന് പോസ് ചെയ്തോട്ടെ. ഗൈസ്. ഇനി കണ്ണു പറഞ്ഞോ. ഇങ്ങനെയാണ് കേട്ടോ പോസ് ചെയ്യുന്നേ. ശരിയല്ല, പക്ഷെ ഈ വിങ്സ് ശരിയാ, അടിപൊളി കേട്ടോ. എടാ ഞാൻ എങ്ങനെയാണ് കണ്ണടച്ച് അത്രയും കറക്റ്റ് ആയിട്ട് വിങ്സ് വരച്ചേ. എന്റെ കൈ എത്ര കുഴപ്പമില്ല. എടാ ലിപ്സ്റ്റിക് കറക്റ്റ് ആയിട്ട് ഇട്ടടാ ഞാൻ. എനിക്ക് കാണുന്നില്ല, ഫോണിൽ കാണിച്ചു വന്ന്. എടാ ബ്ലഷ് ഒക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഇട്ടടാ. അവിടെ ഇരുന്നപ്പോ ഇതല്ലാതല്ലേ പോയത്. എടാ പക്ഷെ സീരിയസ്ലി കൃഷ്ണേക്കാളും എനിക്കൊന്ന് കൊഞ്ചിക്കാൻ തോന്നുന്നു, താമരയാൻ തോന്നുന്നു. എടാ ഞാൻ യൂസ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു. ഐഷോടൊക്കെ കണ്ണട എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. എടാ നല്ല റോസ് സാധനം ഞാൻ യൂസ് ചെയ്തേ. എനിക്ക് ഇത്ര കഴിവുണ്ടായിരുന്നോ? എടാ പ്രവീണല്ലേ ഞാൻ ഇവിടെ വാഴ സഹിതം ഞാൻ കറക്റ്റ് ആയിട്ടായിട്ടെ. നമ്മുടെ ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ? അതെ, നിങ്ങൾ എൻജോയ് ചെയ്തോ? നമ്മൾ എൻജോയ് ചെയ്തു. ഇതൊക്കെ ഭയങ്കര രസമല്ലേ ഗൈസ്? എനിക്ക് അത്ര രസമായിട്ട് തോന്നുന്നില്ല എന്നെ കണ്ടിട്ട്. ക്യാമറ ഞാൻ അതിലും കോലം കിട്ടി കാണണം. ഇങ്ങനെ ഫോണിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണണ്ടേ? നീ എന്നെ ആക്കാൻ പറയുന്നതാണോ? ഇനി ഫോൺ എന്തേടി? എന്റെ ഫോണ് താഴെ. ഞാൻ എന്നെ നോക്കട്ടെ ഗൈസ്. ഇവിടെ എനിക്ക് തീരെ വിശ്വാസമില്ല കേട്ടോ. കണ്ടോ അത്ര വലിയ എന്നെക്കാൾ ബെറ്റർ. നീ എന്നെ ചതിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവള് ലിപ്സ്റ്റിക് ഇട്ട കറക്റ്റാ. കണ്ടോ? എനിക്കത് ഭയങ്കര ഓരോരുത്തർ കണ്ണു പറഞ്ഞിട്ടാ മിക്സ് ഇടാൻ പറ്റൂല. ഇനി ഞാൻ എന്നെ നോക്കുകയാണേ. ഇതെന്തൂടെ കൊച്ചു പിള്ളേരെ ഒരു സാധനമല്ലോ അവിടെ. ഇത് പൂച്ചള്ളി മാന്തി കീറി വെച്ചതായത്, അല്ലെങ്കിൽ ജാം വെച്ച് അടിച്ചു കയറ്റി മനപ്പൂർവ്വം ഇങ്ങോട്ടൊക്കെ തേച്ച് കേട്ടോ. അതൊക്കെ ഫൗളാണ്. ഞാൻ കറക്റ്റ് ചുണ്ടിലിട്ടെ, ഇതെല്ലാം കറക്റ്റ് ആയിട്ടാ ഇട്ടെ. സാധനം എനിക്ക് അറിയായിരുന്നു. ഓക്കെയോ? ഇതെന്തോ കാണിച്ചു വെച്ചേക്കുന്നേ? കടിക്കൂ. എടാ നീ കുറെ പ്രോഡക്റ്റ് യൂസ് ചെയ്തു, പക്ഷെ ഇത് മെയിൻ ആയിട്ട് ലിപ്സ്റ്റിക് ഞാൻ കുറെ പ്രോഡക്റ്റ് യൂസ് ചെയ്തു. എന്റെ മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് എവിടെ 10 പ്രോഡക്റ്റ്? എടാ ഞാൻ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് ഇട്ടോളാം. നീ എല്ലാം കറക്റ്റ് ആയിട്ട് ഇടും, പക്ഷെ ഫൗണ്ടേഷൻ മാറി വൃത്തിയിടാവും. പക്ഷെ മൃദുല ചെയ്തതിൽ ലിപ്സ്റ്റിക് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടു, ഈ സാധനം ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടു. എന്നും ചെയ്ത് ശീലമില്ലടാ. എനിക്ക് അമ്പു പേടിപ്പിക്കും. അമ്പു
അത് കണ്ട പേടിയാവില്ല. ഒന്നുകൂടി. പേടിക്കുന്നില്ല, നീ ഒന്ന് പേടിപ്പിച്ചു. നമ്മൾ ഏത് ക്വാളിറ്റി വന്നാലും അവൻ അറിയാം. അപ്പൊ അത്രയുള്ള കാര്യം നമ്മുടെ ബ്ലൈൻഡ് മേക്കപ്പ് ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ചലഞ്ച് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് പോലെ. എനിക്ക് മുഖം കഴുകണം. ഞാനിപ്പോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള റെഡി കാണുന്നവരെ ബൈ. ഇനി നമ്മൾ രണ്ടര ഫാഷൻ ഷോ ആണ്. റാം വാക്ക്. ഈ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് പാടാൻ വിന്നർ ആരാ പറഞ്ഞില്ല. വിന്നർ എന്റെ പെണ്ണുമുള്ള എനിക്ക് ഉമ്മ അവന്റെയാ, ഞാൻ അവന്റെയാ. I love you.